അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ എന്ത് പറഞ്ഞാണ് അപകീർത്തിപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ ബി.ജെ.പിയും അവരുടെ സഖ്യകക്ഷികളും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്താലും കുറ്റമാണ്. രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ലെങ്കിലും കുറ്റമാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോയാൽ കുറ്റമാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോയില്ലെങ്കിൽ കുറ്റമാണ്. രാഹുൽ ഗാന്ധി പട്ടായയിൽ പോയാൽ കുറ്റമാണ്. രാഹുൽ ഗാന്ധി കൊളംബിയയിൽ പോയാലും കുറ്റമാണ്. രാഹുൽ ഗാന്ധി വെനിസ്വേലയിൽ പോയാൽ കുറ്റമാണ്. രാഹുൽ ഗാന്ധി എങ്ങും പോയില്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് എങ്ങും പോകുന്നില്ല എന്ന് ചോദിച്ചു കുറ്റം പറയും. അപ്പം ഈ അവസ്ഥയിലാണ് പാവൻ രാഹുൽ ഗാന്ധി ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ പോയി. അത്താഴ വിരുന്നെന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. അങ്ങനെ ചെല്ലുന്നവർക്ക് വഴിയെ പോകുന്നവർക്കും എനിക്കോ നിങ്ങൾക്കൊന്നും അങ്ങനെ പാസ് കിട്ടില്ല. പാസ് കിട്ടുന്നവർക്ക് കോളാണ്. അവിടെ ചെന്നാൽ കുശാലായിട്ട് ഭക്ഷണം കഴിക്കാം. VIP-കളെയും VVIP-കളെയൊക്കെ കാണാം. അവരോടൊന്ന് ഫോട്ടോ എടുക്കാം. മറ്റ് പല സൗകര്യങ്ങളുമുണ്ട്. ഏതായാലും ഇത് വർഷാവർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം തൊട്ട് ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചകൾ നടക്കുന്നുണ്ട്. പൊതുഖജനാവിൽ ഇഷ്ടംപോലെ കാശ് വെറുതെ കിടക്കല്ലേ, അത് ചെലവാക്കാൻ എന്തെങ്കിലും മാർഗം വേണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് കാലാകാലങ്ങളായിട്ട് നടക്കുന്നു. അപ്പോൾ ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് ചെയ്ത് നിർത്തലാക്കാൻ പറ്റില്ല. കേന്ദ്രത്തിൽ BJP-യുടെ ഭരണമാണ്, മിതവ്യയ ശീലമാണ് പാർട്ടിയുടെ മുഖമുദ്ര എന്ന് കരുതിയിട്ടും രാഷ്ട്രപതിയുടെ ഈ വിരുന്ന് നിർത്തലാക്കാൻ പറ്റുകയില്ല. അങ്ങനെ രാഷ്ട്രപതി ഈ വിരുന്ന് നടത്താൻ തീരുമാനിച്ചു. അതിലേക്ക് ഫോറിൻ ഡിഗ്നിറ്ററീസിനെ വിളിച്ചു, പ്രധാനമന്ത്രിയെ വിളിച്ചു, ഉപരാഷ്ട്രപതിയെ വിളിച്ചു, കേന്ദ്രമന്ത്രിമാരെ വിളിച്ചു, പ്രമുഖ പത്രപ്രവർത്തകരെ വിളിച്ചു. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയും AICC പ്രസിഡന്റ് എന്ന രീതിയിൽ മല്ലികാർജുൻ ഖാർഗെയെ ക്ഷണിച്ചു. സാധാരണ ഖാർഗെ ആവട്ടെ രാഹുൽ ഗാന്ധി ആവട്ടെ ഈ പരിപാടിക്ക് പോകാറില്ല. അവരുടെ വീട്ടിൽ അരി വെക്കുന്നുണ്ട്, ചോറിന് കറി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് സബ്ജി ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്നവരാണ്. ഏതായാലും രാഷ്ട്രപതി വിളിച്ചാണല്ലോ പോയിക്കളെ എന്ന് കഴിച്ച് ഇവർ രണ്ടും കൂടി പോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരു വിവരം മനസ്സിലായത്. അതായത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടുത്തെ സവിശേഷമായ ജീവിത രീതികളെയും സംസ്കാരത്തെയും ഒന്ന് പരിപോഷിപ്പിച്ച് കളയാം എന്ന് രാഷ്ട്രപതി തീരുമാനിച്ചു. രാഷ്ട്രപതി അല്ലെങ്കിൽ അവരുടെ ഓഫീസിലുള്ള ആളുകൾ തീരുമാനിച്ചു. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായിരുന്നു ഫോക്കസ് കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഫഡ്ക എന്ന് പേരുള്ള ഒരുതരം ഷാള്, കഴുത്തിലണിയുന്ന ഷാള്, അത് സമ്മാനിച്ചു. വന്ന ആളുകളൊക്കെ VIP-കളും വിദേശ പ്രതികളും അടക്കം സകല ആളുകളും കഴുത്തിൽ ചാർത്തിക്കൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത്. രാഹുൽ ഗാന്ധിക്ക് ഒരു ഫഡ്ക കൊടുത്തു, നമ്മുടെ ഖാർഗെക്കും ഒരു ഫഡ്ക കൊടുത്തു. ഖാർഗെ കിട്ടിയ വഴി അത് കഴുത്തിൽ ഷാളായിട്ട് അണിഞ്ഞു. മറിച്ച് രാഹുൽ ഗാന്ധി ഇത് കൈ പിടിച്ചു. പുള്ളിക്ക് ഇത് കഴുത്തിലിടാൻ തോന്നിയില്ല. എന്തിനു വെറുതെ ചപ്പും ചവറൊക്കെ കഴുത്തിലിട്ടുകൊണ്ട് ഭഗവാൻ പരമശിവൻ കഴുത്തിൽ പാമ്പിനെ അണിഞ്ഞിരുന്നു എന്നൊരു നമ്മളാരെങ്കിലും പാമ്പിനെ പിടിച്ച് കഴുത്തിലിടാം? വല്ല സർപ്പക്കൂട്ടി കിടക്കുന്ന വേലായുധനെങ്ങാനും ഇടും, നമ്മളാരും ഇടില്ല. എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി അങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകനാണ്, ഇന്ദിരാഗാന്ധിയുടെ ദൗഹിത്രനാണ്, രാജീവ് ഗാന്ധിയുടെ മകനാണ്, പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരനാണ്. അങ്ങനെയുള്ള ഒരാൾ ഭാരത ഭാഗ്യവിധാതാവ്, അതിലുപരി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ കണ്ണി കണ്ട ഷാളൊന്നും കഴുത്തിലിട്ട് നടക്കേണ്ട ആളല്ല. പുള്ളി അതുപോലെ വെള്ള കുർത്തയും പൈജാമയൊക്കെ ധരിച്ച് ചുള്ളനായിട്ട് അവിടെ അങ്ങനെ വിലസി. പക്ഷേ ഈ BJP-കാർ എന്ന് പറഞ്ഞ സാമദ്രോഹി അപ്പം തന്നെ ചാനലേറെ വിളിച്ചു, രാഹുൽ ഗാന്ധി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അവമാനിച്ചു, വടക്ക് കിഴക്കിൻ്റെ സവിശേഷമായ ജീവിത രീതികളെ, അവരുടെ സമ്പന്നമായ സംസ്കാരത്തെ ഈ വിനോദനൻ അപമാനിച്ചിരിക്കുകയാണ്, അവഹേളിച്ചിരിക്കുകയാണ്. ഇത് വടക്ക് കിഴക്കിനോടുള്ള അതിഭയങ്കരമായ അവജ്ഞയും അവഹേളനവുമാണ്. ജനാധിപത്യവാദികളെ പ്രതികരിക്കുവിൻ, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ഇംഗ്ലീഷ് ചാനലുകൾ, ഈ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ സകല പാർട്ടീസും ഇത് വലിയ വിഷയമാക്കി. ടൈംസ് നൗ ചാനലിലും NDTV-ലും ന്യൂസ് 18-ലും ഒക്കെ വേറൊരു വിഷയമില്ല ചർച്ച ചെയ്യാനായിട്ട്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഫഡ്ക ഉപയോഗിച്ചില്ല ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? രാഹുൽ ഗാന്ധി ഒന്നും മൈൻഡ് ചെയ്യില്ല. പുള്ളിക്ക് വേറെ എന്തൊക്കെ ജോലികളുണ്ട്. പുള്ളിക്ക് ഇവിടുത്തെ പാർലമെന്റ് സെഷൻ കഴിഞ്ഞിട്ട് പട്ടായിക്ക് പോകാനായിട്ട് അതിനിടയ്ക്ക് ഈ ഫഡ്ക എന്ന് പറഞ്ഞ മുമ്പിലെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ പുള്ളി നെഞ്ചു വിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു കുഴപ്പം കിടക്കുന്നത് ഈ BJP-കാരും സാമദ്രോഹികളും അവരുടെ പതാക വാഹകരായിട്ടുള്ള ചാനലുകാർ
പ്രാദേശിക പത്രക്കാരും ഒക്കെ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അപമാനിച്ചു, അവഹേളിച്ചു, ഗോത്രവർഗ സംസ്കാരത്തെ അവമാനിച്ചു എന്ന രീതിയിൽ ഇങ്ങനെ ട്രംപറ്റ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആസാമിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകും 3 മാസത്തിനകത്ത്. കേരള നിയമസഭയുടെ കൂടെ ബംഗാളിൻ്റെ കൂടെ ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ ഇവരിത് വലിയ വിഷയമാക്കുന്ന കാര്യത്തിൽ വല്ല സംശയവും. എൻ്റെ ബലമായ വിശ്വാസം ആസാമിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയിട്ടാണ് ഈ ഫട്ക വിതരണം ചെയ്തത്. ഒരു പക്ഷേ ഇത് രാഹുൽ ഗാന്ധി ഇടുകയില്ല എന്നും അവർക്ക് അറിയാമായിരുന്നിരിക്കും. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും കുഴിയിലാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫട്ക വിതരണം ചെയ്തത്. രാഹുൽ ഗാന്ധി ഇവർ വിചാരിച്ച പോലെ തന്നെ അത് തോളത്ത് വിട്ടില്ല, കൗബീനമായിട്ട് ഉപയോഗിച്ചില്ല. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും വിവാദമാക്കി, പത്രങ്ങളും ചാനലുകാരും യൂട്യൂബ് ചാനൽ നടത്തുന്നവരൊക്കെ ഫട്ക 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 എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ നാട്ടിൽ നല്ല മാധ്യമ പ്രവർത്തനം, മാധ്യമ സംസ്കാരമായിട്ട് അതപ്പതിച്ചിരിക്കുക. ഒന്നാലോചിക്കും, രാഹുൽ ഗാന്ധി ഫട്ക ഉപയോഗിച്ചായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് അതുകൊണ്ട് വല്ല വിശേഷവും എന്തെങ്കിലും ഗുണമുണ്ടോ? 5 പൈസയുടെ പ്രയോജനമുണ്ട്. ഇവരെ ഈ നേരത്ത് പാവപ്പെട്ട ആദിവാസികളുടെ ഗോത്രവർഗ്ഗക്കാരനൊക്കെ റേഷൻ കാർഡിന് 1 കിലോ അരി കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിനൊരു ഭംഗിയുണ്ടായിരുന്നു, അതിനൊരു ചന്തമുണ്ടായിരുന്നു, അതിനൊരു ചാരുത ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. അതിന് വരെ രാഷ്ട്രപതി ഭവനിൽ വരുന്ന ആൾക്കാരൊക്കെ കഴുത്തിൽ ഓരോ ഫട്ക ഇട്ട് കൊടുക്കും. ഇത് വലിയ തമാശ എന്നല്ലാതെ എന്ത് പറയുന്നത്? ഇത് ധരിക്കാത്തവരൊക്കെ ആദിവാസികളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 82-87 കാലത്താണ്. അന്ന് ശിവഗിരിയിൽ എന്തോ ഒരു വലിയ ആഘോഷം നടന്നു. എനിക്കൂടെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ 50-ാം വാർഷികവും മറ്റുമായിരിക്കും. അത് നടക്കുന്ന വേദിയിൽ ആ വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അതിൽ പങ്കെടുത്തു. അതിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അന്ന് ഇന്ദിരാഗാന്ധി ഒരു ഇളം മഞ്ഞ സാരിയാണ് കൊടുത്തിരുന്നത്, ശ്രീനാരായണീയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ദിരാഗാന്ധി ഇളം മഞ്ഞ സാരി, ഇളം മഞ്ഞ ബ്ലൗസ് ധരിച്ച് ഒരു ശ്രീനാരായണീയ വനിതയെ പോലെ വേദിയിലെത്തി. ശാശ്വതികാനന്ദ സ്വാമിയുള്ള സമയമാണ്. സാക്ഷാൽ കെ കരുണാകരൻ അന്നൊരു മഞ്ഞ ജുബ്ബ ധരിച്ച് വേദിയിലെത്തി. അതിനു മുമ്പോ അതിന് ശേഷമോ കരുണാകരൻ മഞ്ഞ ജുബ്ബ ഇട്ടതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും അന്നേ ദിവസം പുള്ളി മഞ്ഞ ഇട്ടു. ഇത് പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ 1ാമത്തെ പേജിൽ അച്ചടിച്ചു. എനിക്കൊന്ന് മാതൃഭൂമിയുടെ തിരുവനന്തപുരം എഡിഷനിൽ അന്നാണ് കളർ പ്രിന്റിങ് തുടങ്ങിയത്. അതിനു മുമ്പ് മലയാള പത്രങ്ങളിൽ കളർ അച്ചടി ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലായിടത്തും വ്യാപകമായി. അന്ന് മാതൃഭൂമിയിലാണ് തുടങ്ങിയത്, അതും തിരുവനന്തപുരം എഡിഷനിലാണ് തുടങ്ങിയത്. കെ കരുണാകരൻ മഞ്ഞ ജുബയിട്ടു, ഇന്ദിരാഗാന്ധി മഞ്ഞ സാരി ധരിച്ച് നിൽക്കുന്ന പടം മാതൃഭൂമിയുടെ 1ാമത്തെ പേജിൽ കണ്ടാൽ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സംശയമുള്ളവർക്ക് കൂടി മാതൃഭൂമിയുടെ ലൈബ്രറി പോയി പരിശോധിച്ചു നോക്കും. ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല. നല്ല 1ാം തരം ശ്രീനാരായണീയനായ അന്നത്തെ മന്ത്രിയാണ്, KPC പ്രസിഡന്റാണെന്ന് നല്ല ഓർമ്മയില്ല, പ്രസിഡന്റായിരുന്നു. സാക്ഷാൽ CV പത്മരാജൻ വക്കീൽ വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ്, വെള്ള ഖദർ, ആ ഷർട്ടും വെള്ള ഖദർ മുണ്ടുമാണ് ധരിച്ചത്. പത്മരാജൻ വക്കീലിനോളം പോകുന്ന ഒരു ശ്രീനാരായണീയൻ ആ സ്റ്റേജിലുണ്ടായിരുന്നു? ഇല്ല. കരുണാകരന് മഞ്ഞ ജുബയിടാം, ഇന്ദിരാഗാന്ധിക്ക് മഞ്ഞ സാരി കൊടുക്കാം. പത്മരാജൻ വക്കീൽ എന്തുകൊണ്ട് ഒരു മഞ്ഞ പീതാംബരം ധരിച്ചില്ല? അദ്ദേഹത്തിന് വേണ്ടി ശ്രീകൃഷ്ണ പോലെ ഒരു മഞ്ഞ സാരി ഞൊറിഞ്ഞു കൊടുത്ത് ഞാൻ ശ്രീനാരായണീയനാണ്, ഇവിടെ ഉള്ളവരെക്കാളൊക്കെ ശ്രീനാരായണീയൻ ഞാനാണ് എന്ന രീതിയിൽ വരാമായിരുന്നു. പിന്നെ പുള്ളിക്കറിയാം പത്മരാജൻ വക്കീൽ ഖാദർ കുപ്പായം ഇട്ടാലും മഞ്ഞ പീതാംബരം ധരിച്ചാലും ഒക്കെ പത്മരാജൻ വക്കീൽ തന്നെയാണ്. അദ്ദേഹം ഈഴവനാണ്, ശ്രീനാരായണ ഭക്തനാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പുള്ളി അങ്ങനെ ഒരു കാട്ടിക്കൂട്ടലിൽ നിന്നില്ല. സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ്. ഈ നെഹ്റു ഗാന്ധി ഫാമിലി ഇല്ലായിരുന്നെങ്കിൽ ആദിവാസികളുടെ സ്ഥിതി എന്താവും, ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥിതി എന്താവും, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താവും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കുർത്ത ഇട്ടിട്ട് വന്നാൽ, രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടിട്ട് വന്നാൽ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് ഫിഡ്കേട് അതുപോലുള്ള ഒരു കിണ്ണാങ്കൃതിയുടെയും ആവശ്യമില്ല. ഇതറിയാൻ പാടാനാണ് ഈ നാട്ടിലെ മാധ്യമങ്ങളും BJPക്കാരും ഒക്കെ വെറുതെ ലഹള ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. രാഹുൽ ഗാന്ധി ചെയ്താണ് ശരി. അദ്ദേഹം ഫട്ക ധരിക്കാൻ ഏത് നിലയ്ക്കും നന്നായി. മല്ലികാർജുൻ ഖാർഗെയുടെ അടുത്തും ഇത് ചേട്ടാ ഈ വക വൃത്തികേടൊന്നും കരുതിയിട്ടുണ്ട് നടക്കരുത് എന്ന് അദ്ദേഹം പറയേണ്ടതായിരുന്നു. പുള്ളി പറഞ്ഞില്ല എന്നൊരു അപരാധം മാത്രമേ പാവൻ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. അതിന് നമ്മൾ അദ്ദേഹത്തെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ജയ് ഹിന്ദ്.